ഹായ് വെൽക്കം. ട്രേഡിംഗിൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് അടിക്കാം, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഈ ഒരൊറ്റ കാര്യം മതിയാവും നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റാൻ. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ട്രേഡിംഗിൽ നമ്മളെല്ലാവരും വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിരിക്കും? പല ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മൾ വിചാരിക്കുന്ന ആളല്ല യഥാർത്ഥ വില്ലൻ. ദാ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. നമ്മളെല്ലാവരും കേട്ട് പഴകിയൊരു ഉപദേശമുണ്ട്: നഷ്ടങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യണം. അത് 100% ശരിയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ മറുവശം ആരും അധികം പറയാത്തൊരു രഹസ്യമുണ്ട്. ലാഭം കിട്ടുമ്പോൾ അത് മാക്സിമം കൂടെ കൊണ്ടുപോവുക. സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു സാധാരണ ട്രേഡറെയും ഒരു പ്രൊഫഷണൽ ട്രേഡറെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടക്കക്കാരായ ട്രേഡേഴ്സ് വരുത്തുന്ന ആ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ വരേണ്ടിയിരുന്ന നല്ലൊരു പങ്ക് പണം നഷ്ടപ്പെട്ടു പോകുന്നത്? നമുക്ക് വളരെ സിമ്പിളായ ഒരു ഉദാഹരണം വെച്ച് തുടങ്ങാം. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങാൻ തീരുമാനിച്ചു. എൻട്രി പ്രൈസ് 100 രൂപ. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 110 രൂപയായി. കൊള്ളാം, ഒരു 10 രൂപ ലാഭം. നിങ്ങളത് അവിടെ വെച്ച് വിറ്റു. ആ നിമിഷം നമുക്കൊരു സന്തോഷം തോന്നും, അല്ലേ? ഹോ, രക്ഷപ്പെട്ടു, സ്മാർട്ട് മൂവ് എന്നൊക്കെ. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. നിങ്ങൾ വിറ്റതിന് ശേഷവും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒരു തരം നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ തോന്നിയിട്ടില്ലേ? ദാ നോക്കൂ, ആ സ്റ്റോക്ക് 150-ലെത്തി. അവിടെ നിന്നില്ല, അത് പിന്നെയും കയറി 180-ലേക്ക് പോയി. അവസാനം എവിടെയെത്തി? നേരെ 200 രൂപയിൽ. അതായത് നിങ്ങൾ വിറ്റ വിലയുടെ ഡബിൾ. ഇവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയത് വെറും 10% ലാഭം. പക്ഷേ ആ ട്രേഡിന് ശരിക്കും തരാൻ കഴിയുമായിരുന്നത് 100% ലാഭമായിരുന്നു. നോക്കിക്കേ, ഒരൊറ്റ തീരുമാനം കൊണ്ട് എത്ര വലിയൊരു അവസരമാണ് കയ്യിൽ നിന്ന് പോയതെന്ന്. സത്യം പറയണം, നിങ്ങൾക്കിങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നല്ലൊരു പ്രോഫിറ്റിൽ പോവുകയായിരുന്നൊരു ട്രേഡിൽ നിന്ന് പേടിച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഒരു വലിയ റാലി മിസ്സായ അനുഭവം ഉണ്ടെങ്കിൽ മറക്കാതെ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യണം. നമുക്ക് നോക്കാലോ എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്? പ്രോഫിറ്റിലുള്ള ഒരു ട്രേഡ് അധിക നേരം ഹോൾഡ് ചെയ്യാൻ നമുക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇതിൻ്റെ പിന്നിൽ കുറച്ച് സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. പ്രധാനമായും 3 സൈക്കോളജിക്കൽ ട്രാപ്പുകളാണുള്ളത്. ഒന്നാമത്തത്, ഈ കിട്ടിയ ലാഭം കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള പേടി. രണ്ടാമത്, എവിടെ വെച്ച് വിൽക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാത്തത്. പിന്നെ മൂന്നാമത്തത്, മാർക്കറ്റിലെ ഓരോ ചെറിയ ചലനങ്ങളും ഓരോ ക്യാൻഡിലും നോക്കിയിരുന്ന് ടെൻഷൻ അടിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വിശകലനത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഭാഗമാണ്. അതായത് നമ്മളെടുക്കുന്ന കൂടുതൽ ട്രേഡുകളും നഷ്ടത്തിലായാലും എങ്ങനെ ഓവറോൾ പ്രോഫിറ്റബിൾ ആകാം എന്നതിൻ്റെ ഒരു സീക്രട്ട് മാത്സ്. ദാ ഈ ഒരു സാഹചര്യം നോക്കൂ. നിങ്ങളാകെ 10 ട്രേഡ് എടുത്തു. അതിൽ 6 എണ്ണവും നഷ്ടം. വെറും 4 എണ്ണം മാത്രമേ വിജയിച്ചുള്ളൂ. ഒറ്റനോട്ടത്തിൽ നമ്മൾ എന്തു വിചാരിക്കും? ഉറപ്പായും നഷ്ടത്തിലായിരിക്കും, അല്ലേ? എന്നാൽ കാത്തിരിക്കൂ. ഇനി ഈ ടേബിളിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണം. നഷ്ടം വന്ന 6 ട്രേഡുകളിൽ ഓരോന്നിലും നിങ്ങൾക്ക് 500 രൂപ വെച്ച് പോയി. ടോട്ടൽ നഷ്ടം 3000 രൂപ. പക്ഷേ ലാഭം കിട്ടിയ ആ 4 ട്രേഡുകളിൽ ഓരോന്നിലും നിങ്ങൾക്ക് കിട്ടിയത് 2000 രൂപ വീതമാണ്. അതായത് ടോട്ടൽ ലാഭം 8000 രൂപ. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താ? 8000 മൈനസ് 3000. നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ്. കണ്ടോ, ഇതാണ് പ്രൊഫഷണൽ ട്രേഡിംഗിലെ ആ രഹസ്യം. എത്ര തവണ ജയിച്ചു എന്നതിലല്ല കാര്യം, ജയിക്കുമ്പോൾ എത്ര വലുതായി ജയിച്ചു എന്നതിലാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെ ഈ വലിയ പ്രോഫിറ്റുകൾ നമ്മൾക്ക് പിടിച്ചെടുക്കാം എന്ന് നോക്കാം. ഇതിന് പ്രൊഫഷണൽസ് സാധാരണയായി ഉപയോഗിക്കുന്ന 2 കിടിലൻ ടെക്നിക്കുകളുണ്ട്. ആദ്യത്തെ മെത്തഡാണ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്. സിമ്പിളാണ്. നിങ്ങൾ 100 ഷെയർ വാങ്ങിയെന്ന് വെക്കുക. വില കുറച്ച് മുകളിലേക്ക് പോയി ഒരു 110 രൂപയിലെത്തി. അപ്പോൾ തന്നെ അതിൻ്റെ പകുതി, അതായത് 50 ഷെയർ വിറ്റ് ആ പ്രോഫിറ്റ് ഉറപ്പിക്കുക. ഇപ്പോൾ ബാക്കി 50 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നാലും നിങ്ങൾക്ക് പേടിക്കാനില്ല, കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണ്. അതേസമയം മാർക്കറ്റ് മുകളിലേക്ക് കുതിച്ചാലോ? ആ വലിയ ലാഭം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി. രണ്ടാമത്തെ പവർഫുൾ ടെക്നിക്കാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരു 95 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഇനി വില 120-ലേക്ക് ഉയർന്നാലോ? നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെയും മുകളിലേക്ക് കൊണ്ടുവരണം, ഒരു 110 രൂപയിലേക്ക്. വില വീണ്ടും 180 എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് 130-ലേക്ക് മാറ്റുക. ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസും കൂടെ കൊണ്ടുപോവുക. ഇതുവഴി നമ്മൾ ലാഭം പടിപടിയായി ലോക്ക് ചെയ്യുകയാണ്, അതേസമയം ആ ട്രെൻഡിൻ്റെ മാക്സിമം ബെനിഫിറ്റും എടുക്കുകയാണ്. പക്ഷേ ഈ ടെക്നിക്കുകളൊക്കെ ശരിയായി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ചിന്താഗതിയിലും ഒരു മാറ്റം വരണം. ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഇവിടെ 2 തരം ട്രേഡർമാരുണ്ട്.
ട്രേഡർ എയും ട്രേഡർ ബിയും. ട്രേഡർ എ ഒരുപാട് ട്രേഡുകളിൽ ജയിക്കും, പക്ഷെ കിട്ടുന്നതൊക്കെ ചെറിയ ചെറിയ ലാഭങ്ങളാണ്. എന്നാൽ ട്രേഡർ ബി ജയിക്കുന്നത് കുറവാണെങ്കിലും ജയിച്ചാൽ അത് വലിയൊരു ട്രെൻഡ് തന്നെയായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇവരിൽ ആരായിരിക്കും അവസാനം കൂടുതൽ പണം ഉണ്ടാക്കുന്നത്? ഒരു സംശയവും വേണ്ട, മിക്കവാറും അത് ട്രേഡർ ബി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ട്രേഡർ ആകണം? അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. ചുമ്മാ ട്രേഡുകളിൽ ജയിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. പകരം വലുതായി ജയിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഒരുപാട് ചെറിയ വിജയങ്ങളെക്കാൾ മൂല്യമുള്ളത് 1-2 വലിയ വിജയങ്ങൾക്കാണ്. അപ്പോ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്ത ട്രേഡിനെക്കുറിച്ച് ഓർക്കാൻ ഒരു അവസാനത്തെ കാര്യം കൂടി. എന്താണ് ഈ 100% മൂവ്? അത് ചിലപ്പോൾ ഒരൊറ്റ ട്രേഡായിരിക്കും. പക്ഷേ ആ ഒരൊറ്റ ട്രേഡ് മതിയാകും നിങ്ങളുടെ ഒരു മാസത്തെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തെ തന്നെ പ്രകടനം മാറ്റിമറിക്കാൻ. ഇതുപോലുള്ളൊരു ട്രേഡിനു വേണ്ടിയാണ് പ്രൊഫഷണലുകൾ ചെറിയ ലാഭങ്ങളെടുത്ത് പുറത്തു പോകാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ ഒരു ട്രേഡ് നല്ല ലാഭത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സാധാരണയായി എന്തു ചെയ്യും? ഓപ്ഷനുണ്ട്, പേടിച്ച് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. അതോ ഓപ്ഷൻ 2, ധൈര്യമായി ആ ട്രേഡ് ഹോൾഡ് ചെയ്യും. നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരം താഴെ കമന്റ് ചെയ്യണേ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നല്ലൊരു ട്രെൻഡ് കാണുമ്പോൾ പേടിച്ച് വിറയ്ക്കരുത്. ഈ ഒരൊറ്റ നിയമം മാത്രം ഓർത്താൽ മതി. നഷ്ടങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യുക, ലാഭം മാക്സിമം കൂടെ കൊണ്ടുപോവുക. ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരും, എനിക്കുറപ്പുണ്ട്. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.